ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ചിറ്റാർ സെന്റർ മർത്തോമ യുവജന സഖ്യത്തിന്റെ യുവജന വാരത്തോടനുബന്ധിച്ചുള്ള ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 തിമോഥെയോസ് 4-ാം അധ്യായം 12-ാം വാക്യം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് നൽകുന്ന പ്രബോധനമാണിത്. തിമോഥെയോസ് ചെറുപ്പക്കാരനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് സഭാകാര്യങ്ങളിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. ഈ ഒരു അവസരത്തിൽ നൽകുന്ന പ്രബോധനമാണിത്. ഈ ഒരു പ്രബോധനത്തെ നമുക്ക് 2 രീതിയിൽ കാണാം. ഒന്നാമതായി, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. അവസാനം പറയുന്നതാണ് വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. ഇങ്ങനെ നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത് എന്ന് പറയുമ്പോൾ അതിനെ പല രീതിയിലേക്കാണ് അപ്പോസ്തലനായ പൗലോസ് നൽകുന്നത്. വാക്കിൽ മാതൃകയായിരിക്കാം. വചനം, നമ്മുടെ വചനത്തിൽ നമ്മൾ എപ്പോഴും മാതൃകയുള്ളവരായി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ വാക്ക് എന്ന് പറയുന്നത് മരണത്തിനും ജീവനും വില കൽപ്പിക്കുന്ന ഒന്നാണ് വാക്കെന്ന് പറയുന്നത്. നമ്മുടെ വാക്ക് സത്യസന്ധമല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കുകയില്ല. മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന വാക്കുകളല്ല, മറ്റുള്ളവർക്ക് സുഖം പകരുന്ന വാക്കുകളായിട്ട് തീരാനാണ് നമ്മൾ നടക്കേണ്ടത്. നടപ്പിൽ മാതൃകയുള്ളവരായിരിക്കാം. നല്ല പെരുമാറ്റം നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. നമ്മുടെ പെരുമാറ്റം മോശമാണെങ്കിൽ നമ്മൾ എന്തെല്ലാം നേടി എന്ന് പറഞ്ഞിട്ടും അതിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട് അവനൊരു ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ അവനൊരു ദൈവത്തെ അറിയുന്ന പൈതലാണ് എന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റത്തെ, നമ്മുടെ നടപ്പ് വിശുദ്ധിയുള്ളതായിരിക്കണം. സ്നേഹം, ദൈവം എല്ലാവരോടും പറയുന്നതാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളെ പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. സ്നേഹത്തിൽ മാതൃകയുള്ളവരായിരിക്കുക. യുവജനങ്ങൾ സ്നേഹം കൊണ്ട് വേണം മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് വേണ്ടത്. ആ സ്നേഹത്തിലൂടെ യുവജനങ്ങൾ, അല്ലെങ്കിൽ നീ ഒരു മർത്തോമക്കാരനാണ്, അവനൊരു ക്രിസ്ത്യാനിയാണ് എന്നറിയേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിന്റെ അടയാളം തന്നെ സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിലൂടെ മുന്നേറുവാൻ നമുക്ക് ഓരോ യുവജന സഖ്യാംഗങ്ങൾക്കും സാധിക്കണം. പിന്നീട് വിശ്വാസത്തിൽ മാതൃകയുള്ളവരായിരിക്കാം. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതേ വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ വരും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ വരും. ആ ഒരു സമയത്തെല്ലാം നമ്മൾ വിശ്വാസത്തോടെ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. നമ്മുടെ വിശ്വാസം നമ്മുടെ കർത്താവിങ്കിലേക്ക് ആയിരിക്കണം. അവൻ നമ്മളെ രക്ഷിക്കുമെന്നുള്ള ഒരു പ്രത്യാശയും വിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതാണ്. നിർമ്മലത, നിർമ്മലതയിൽ വിശ്വാസമുള്ളവരായിരിക്കാം. നിർമ്മലതയിൽ മാതൃകയുള്ളവരായിരിക്കാം. വിശുദ്ധിയുടെ മാതൃകയിലേക്ക് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് അത്യാവശ്യമാണ്. യൗവന കാലഘട്ടം വിശുദ്ധിയോടുകൂടി നിർമ്മലതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളികൾ ഏറ്റെടുത്ത ഒരു സമയമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ കർത്താവ് ഏറ്റവും കൂടുതൽ തന്റെ ആൾക്കാരെ തിരഞ്ഞെടുത്തത് യുവാക്കളെയാണ് തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ ശിഷ്യന്മാർ പോലും സാധാരണക്കാരായിട്ടുള്ള 13-15 വയസ്സുകളിൽ വരുന്ന യുവാക്കളെയാണ് ദൈവം തന്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. പ്രായഭേദമന്യെയാണ് ദൈവം തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. വൃദ്ധന്മാരെ തിരഞ്ഞെടുക്കാമായിരുന്നു, പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് യുവാക്കളെയാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യുവത്വം എന്ന് പറയുന്നത് ചുറുചുറുക്കോട് കൂടിയ കാലഘട്ടമാണ്. ആ ഒരു ചുറുചുറുക്കോട് കൂടിയ കാലഘട്ടത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തെ പ്രവർത്തികൾ ചെയ്യുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ബാലനായ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു, അതുപോലെ തന്നെ ദാനിയേലിനെ തെരഞ്ഞെടുത്തു, ശൗമേലിനെ തെരഞ്ഞെടുത്തു. ഇങ്ങനെ പലരെയും ദൈവം ചെറുപ്രായത്തിൽ മുതലേ തിരഞ്ഞെടുത്തു. മോശയെ ദൈവം വാർദ്ധക്യത്തിലാണ് തിരഞ്ഞെടുത്തത്. പക്ഷെ ആ ഒരു വാർദ്ധക്യ കാലഘട്ടത്തിൽ മോശയെ തിരഞ്ഞെടുത്തപ്പോഴും മോശയുടെ പ്രായം ഇതിനൊന്നും ഒരു ഘടകമല്ലായിരുന്നു. ദൈവവേലയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പ്രായം ഒരിക്കലും ഒരു ഘടകമല്ല. നമ്മൾ എങ്ങനെ മുന്നേറുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ പ്രായം നിശ്ചയിക്കപ്പെടുന്നത്. യുവാക്കളായിരിക്കാം, പക്ഷെ യുവാക്കൾ എന്ന് പറഞ്ഞ് നമ്മളെ ഇന്നൊരു സമൂഹത്തിൽ നിന്ന് പലരെയും തള്ളി മാറ്റുന്നുണ്ട്. പക്ഷെ യുവാക്കളാണ് എന്ന് പറയുന്നതിനോടൊപ്പം അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ യുവാക്കളുടേതായിരിക്കത്തില്ല. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഓരോരുത്തരെയും നമ്മൾ പ്രായത്തിന്റെ അനുസരിച്ച് നമ്മൾ കണക്കാക്കേണ്ടത്. പ്രായത്തിന്റെ അനുസരിച്ചല്ല, സ്വഭാവത്തിന്റെയും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ബഹുമാനങ്ങളും നൽകേണ്ടത്. ഇപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ദൈവം നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.
യുവത്വം മാതൃകയുള്ളവരായിരിക്കുക. ആ മാതൃക എങ്ങനെയെല്ലാമാണ്? വാക്കിൽ മാതൃകയുള്ളവരായിരിക്കുക, നടപ്പിൽ മാതൃകയുള്ളവരായിരിക്കുക, സ്നേഹത്തിൽ മാതൃകയുള്ളവരായിരിക്കുക, വിശ്വാസത്തിൽ മാതൃകയുള്ളവരായിരിക്കുക, നിർമ്മലതയിൽ മാതൃകയുള്ളവരായിരിക്കുക. ഇങ്ങനെ യുവാക്കൾ മാതൃകയുള്ളവരായി ദൈവവേല ശുശ്രൂഷയിലേക്കും ദൈവരാജ്യ കെട്ടുപണിയിലേക്കും എത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് നൽകുന്ന പ്രബോധനം മാത്രമല്ല, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഈ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഓരോ യുവതി യുവാക്കൾക്കും നൽകുന്ന പ്രബോധനം കൂടിയാണ്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, എന്നാൽ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായിരിക്കാം. ഈ ഒരു വചനം നിങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.